ചെയ്യട്ടെ മോളെ. കൂടി വന്നാൽ എന്താ സംഭവിക്കുക? നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. തെരുവ് അവന് തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് തെരുവിൽ കിടക്കാം. ഹരി, മോനെന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ ആന്റി? സത്യം പറഞ്ഞ നിത്യയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടുമ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഓരോ നിമിഷം കടന്നു പോകും തോറും ഹരിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായമേ. പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു മേടിച്ചു തന്നാലേ ചിരിക്കൂന്നൊക്കെ പറഞ്ഞ അതൊക്കെ എങ്ങനെ ശരിയാവാ? ഹരി, വീടും പകിട്ടും പത്രാസും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഒന്നിച്ചൊരു ചെറിയ വാടക വീടെടുത്താലും നമുക്ക് എവിടെയെങ്കിലും കിടക്കാം. അവിടെ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട. മകന്റെ സ്ഥാനത്ത് നീ സ്നേഹത്തോടെ ഒരു കുമ്പിൾ കഞ്ഞി തന്ന അതിലും വലിയൊരു സന്തോഷം വേറെയില്ല. ഇതിലും കൂടുതൽ നിനക്ക് എന്തുവാ കേൾക്കണ്ടേ? ഇനി നീ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കേ. നിനക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി അങ്ങ് പറയും. അല്ലാതെ ഒന്നും ശരിയാവില്ല. മോളെ, എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാനുണ്ട്. എങ്ങോട്ടാ അമ്മേ? അത് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അല്ല, ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യം എന്താ? മോനെ, ഇത് ഞാൻ മാത്രം പോകേണ്ട കാര്യമാണ്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. വരട്ടെ രാമകൃഷ്ണൻ. അതെ മോളെ, ഇതെന്തു പറ്റി? ആരെങ്കിലും കാണേണ്ട കാര്യം സുജാത പറഞ്ഞായിരുന്നു? ഇല്ല. അല്ല, ഇനിയിപ്പോ രഘു എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചതായിരിക്കൂ. അല്ല, അതെ, അതിപ്പോ രഘുവിന് ഇവിടെ ആരെയാ പരിചയമുള്ളേ? അതുപോലെ ആന്റി ഒറ്റയ്ക്ക് ഇവിടുന്നൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അല്ല, അമ്മയ്ക്ക് നേരെ കത്തി വാങ്ങാൻ മടിയില്ലാത്ത മകനാ. സുജാത അങ്ങനെ തോറ്റു കൊടുക്കുകയൊന്നുമില്ല. അക്കാര്യത്തിൽ നീ പേടിക്കണ്ട. മനസാക്ഷിയില്ലാതെ മറ്റുള്ളവരെ കൊന്നു തള്ളിയവനാ ആ നിന്നോട്. അറുപ്പും വെറുപ്പും മാത്രമേ എനിക്കും എന്റെ കൂടെ നിൽക്കുന്നവർക്കുള്ളൂ. ഇപ്പൊ നീ കളിച്ചൊരു വൃത്തികെട്ട കളിയുണ്ടല്ലോ, അതൊരിക്കൽ കൂടി ആവർത്തിച്ചാൽ എന്റെ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചു പോവരുത്. കേട്ടല്ലോ നീ? ഇത്ര നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല.
അമ്മ എന്തിനാ എങ്ങനെ വാശി പിടിക്കുന്നേ? എനിക്ക് പറയാനുള്ളതേ നമ്മുടെ കുടുംബകാര്യോ. നിത്യ എന്താ നമ്മുടെ കുടുംബത്തിലെ അല്ലേ? ജ്യോതി, ഇങ്ങനെ വേർതിരിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറയേണ്ട കാര്യം അമ്മയോടും, മറ്റുള്ളവരോട് പറയേണ്ട കാര്യം മറ്റുള്ളവരോടും. എനിക്കതിന്റെ വ്യത്യാസമൊക്കെ തിരിച്ചറിയാം. അമ്മ വരുന്നുണ്ടെങ്കിൽ വാ. അമ്മ ചെല്ല്. അല്ല മോളെ, അത് എനിക്ക് സംസാരിക്കാനുള്ളതേ എന്റെ ജീവിതത്തെ കുറിച്ചാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം എന്റെ കാര്യത്തിലും എടുത്താൽ കൊള്ളാം. ചെല്ലമ്മേ. അവള് സംസാരിക്കുന്നത് കേട്ടിട്ട് അവൾക്കെന്തോ സീരിയസ് ആയ ഇഷ്യൂ പോലെ. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ? പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിന്റെ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ലേ? അമ്മ ആദ്യം പോയി കാര്യം എന്താണെന്ന് ചോദിക്ക. എന്നിട്ടല്ലേ എന്റെ മുന്നിൽ സംസാരിക്കാത്തത് എന്താണെന്ന് അറിയാൻ പറ്റൂ. ചെല്ലമ്മേ.